ഹായ്, നമസ്കാരം ഫ്രണ്ട്സ് ആൻഡ് കുട്ടീസ്. കഴിഞ്ഞ ക്ലാസ്സൊക്കെ നന്നായി കേട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും പ്രയോജനപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അതിന്റെ ബാക്കിയായിട്ട്, അന്ന് നമ്മൾ 6 എണ്ണമാണ് നോക്കിയത്, സരളീകരിച്ചതിൽ 6 എണ്ണം. അത് ഓർത്തിരിക്കാൻ പെട്ടെന്ന് ഓർത്തിരിക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. നമ്മൾ സപ്തസ്വരം പാടുമ്പം സരിഗമ പദനിസ എന്ന് പാടുന്നുണ്ട് അല്ലെ. അപ്പൊ അതിലെ സരി എന്നുള്ളതാണ് ഫസ്റ്റ് സരളീകരിച്ച. അതിൽ സെക്കൻഡ് സരി ഗ എന്ന് വരും. തേർഡ് വൺ സരി ഗ മ എന്ന് വരും. ഫോർത്ത് വൺ സരി ഗമ പ. ഫിഫ്ത് വൺ സരി ഗമ പധ. സിക്സ്ത് വൺ സരി ഗമ പധനി. ഈ സരി ഗ മ പ ധ നി എന്നുള്ള ഓർഡറിൽ ഓരോന്നിനെയും ഓർത്ത് വെച്ചാൽ ആദ്യത്തെ 6 നമുക്ക് ഈസി ആയിട്ട് ഫോളോ ചെയ്തു പോകും. ഇനി അങ്ങോട്ടുള്ളതൊക്കെ ഒരു സിഗ്സാഗ് മോഡലിലൊക്കെ ചേഞ്ചസ് വരുന്നുണ്ട്. അപ്പോൾ അടുത്ത 6 നമുക്ക് നോക്കാം. അത് കഴിഞ്ഞ ക്ലാസ്സിൽ കമന്റ്സിൽ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാ സ്പീഡും 2 പ്രാവശ്യം പാടണമെന്ന്. അതുകൊണ്ട് ഞാൻ പാഠങ്ങളുടെ എണ്ണം ചുരുക്കിയിട്ട് റിപ്പീറ്റ് കൂട്ടുന്നുണ്ട്. സോ ഈ ക്ലാസ്സിൽ 3 പാഠങ്ങളെ ഉൾപ്പെടുത്തുന്നുള്ളൂ. അടുത്ത എപ്പിസോഡിൽ അടുത്ത 3 ക്ലാസ്, അങ്ങനെ നമ്മൾ 12 സരളീകരിച്ചകൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ അടുത്ത 7, 8, 9 എന്നുള്ള സരളീകരിച്ചകളാണ് ഇന്നത്തെ എപ്പിസോഡിൽ പാടാൻ പോകുന്നത്. ശ്രദ്ധിച്ചു നോക്കുക. സരി ഗ മ പ മ ഗ രി. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ പ ധ sa ni dha pa ma ga ri sa. Sa ri ga ma pa ma ga ri. Sa ri ga ma pa dha ni sa ni dha pa ma pa dha ni. Sa ni dha pa ma ga ri sa. ഇനി നമുക്ക് രണ്ടാമത്തെ സ്പീഡിലേക്ക് കടക്കാം. അപ്പോ എല്ലാവരും ഓരോ സ്പീഡിന്റെയും ആദ്യത്തെ റിപ്പീറ്റ് കഴിയുമ്പോൾ രണ്ടാമത്തെ റിപ്പീറ്റിലേക്ക് കടക്കുമ്പോൾ അതിനെ എന്റെ കൂടെ ഒപ്പം പാടി ഫോളോ ചെയ്യാം. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓരോ സ്പീഡും 2 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആദ്യത്തെ സ്പീഡ് ഞാൻ പാടുന്നത് ശ്രദ്ധിച്ചിട്ട് രണ്ടാമത്തെ സ്പീഡിൽ എന്റെ ഒപ്പം ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ പാടി നിങ്ങൾ ഏറ്റുപാടുന്ന പോലെ കൂടെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സരി ഗ മ പ മ ഗ രി. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ പ ധ നി. സാ നി ധ പ മ ഗ രി സ. ഇനി എല്ലാവരും എന്റെ കൂടെ സെയിം സ്പീഡ് റിപ്പീറ്റ് ചെയ്യാം. ഒന്നുകൂടി പാടാം. സരി ഗ മ പ മ ഗ രി. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ പ ധ നി. സാ നി ധ പ മ ഗ രി സ. ഇനി നമുക്ക് മൂന്നാമത്തെ സ്പീഡിലേക്ക് കടക്കാം. സരി ഗ മ പ മ ഗ രി. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ പ ധ നി. സാ നി ധ പ മ ഗ രി സ. സരി ഗ മ പ മ ഗ രി. സരി ഗ മ പ ധ നി സ സാ നി ധ പ മ പ ധ നി. സാ നി ധ പ മ ഗ രി സ. അടുത്തത് നമുക്ക് നാലാമത്തെ സ്പീഡിലേക്ക് കടക്കാം. ഓരോ പ്രാവശ്യവും ആദ്യത്തെ റിപ്പീറ്റ് ഞാൻ ചെയ്തു കഴിയുമ്പോൾ എല്ലാവരും രണ്ടാമത്തെ റിപ്പീറ്റിന് എന്റെ ഒപ്പം പാടേണ്ടതാണ് കേട്ടോ.
സരി ഗമ പമ ഗരി സരി ഗമ പധനി സനി ധ പമ പധനി സനി ധ പമ ഗരി സരി ഗമ പമ ഗരി സരി ഗമ പധനി സനി ധ പമ പധനി സനി ധ പമ ഗരി സ. ഇനി നമുക്ക് എട്ടാമത്തെ സരളി വരിശയുടെ ഒന്നാമത്തെ സ്പീഡിലേക്ക് കടക്കാം. ഇത് പാടുമ്പോൾ ശ്രദ്ധിക്കുക. സരി ഗമ പ മ ധ പ ഒരു സിഗ്സാഗ് പോലെ വരും. അപ്പൊ നമ്മൾ അതിന്റെ ഒരു ഗ്രാഫ് മനസ്സിൽ കണ്ടിട്ട് പാടാൻ ശ്രമിക്കുക. സ്വരസ്ഥാനങ്ങൾ എവിടെയാണ്? സരിഗമ പ കഴിഞ്ഞാൽ തിരിച്ച് മായിലേക്ക് താഴേക്ക് വരും. പിന്നെ വീണ്ടും അതിന്റെ പായുടെയും മുകളിൽ ധായിലേക്ക് പോയി പായിലേക്ക് തിരിച്ചു വരും. അപ്പൊ ഇത്ര നാള് നമ്മൾ സരിഗമ പധനീന്ന് ടോപ്പിലേക്ക് പാടി നേരെ പാടിപ്പോയതിന് പകരം സരിഗമ പ മ ധ പ ഇങ്ങനെ പാടുന്നുണ്ട്. അപ്പൊ ആ ഒരു നമ്മുടെ മനസ്സിൽ എപ്പോഴും ആ ഒരു എന്താ പറയുക, കൈ കൊണ്ടോ അല്ലെങ്കിൽ പെണ്ണുകൊണ്ടോ അങ്ങനെയെങ്കിൽ അതിന്റെ ഒരു ഗ്രാഫ് വരച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിച്ചാൽ നമുക്ക് സ്വരസ്ഥാനം എന്താണെന്ന്, മുകളിൽ ഏതാണ് താഴെ ഏതാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി പാടാൻ പറ്റും. അപ്പൊ നമുക്ക് കടക്കാം. സരി ഗമ പ മ ധ പ സരി ഗമ പ ധ നീ ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നമുക്കത് റിപ്പീറ്റ് ചെയ്യാം. സ രി ഗ മ പ മ ധ പ സ രി ഗ മ പ ധ നീ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്പീഡിലേക്ക് കടക്കാം. സരി ഗ മ പ മ ധ പ സരി ഗ മ പ ധ നീ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. റിപ്പീറ്റ് ചെയ്യാം. സരി ഗ മ പ മ ധ പ സരി ഗ മ പ ധ നീ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. അടുത്ത നമ്മൾ മൂന്നാമത്തെ സ്പീഡിലേക്ക് കിടക്കുകയാണ്. സരി ഗ മ പ മ ധ പ സരി ഗ മ പ ധ നീ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. സരി ഗ മ പ മ ധ പ സരി ഗ മ പ ധ നീ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. ഇനി നമുക്ക് നാലാമത്തെ സ്പീഡിലേക്ക് കടക്കാം. സരി ഗ മ പ മ ധ പ സരി ഗ മ പ ധ നീ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. സരി ഗ മ പ മ ധ പ സരി ഗ മ പ ധ നീ സ നി ധ പ മ പ ഗ മ സ നി ധ പ മ ഗ രി സ. അടുത്തത് നമുക്ക് ഒമ്പതാമത്തെ പാഠത്തിലേക്ക് പോകാം. സരി ഗ മ രി ഗ മ പ സരി ഗ മ പ ധ നീ സ നി ധ പ നീ ധ പ മ സ നി ധ പ മ ഗ രി സ. സരി ഗ മ
അടുത്തത് നമുക്ക് സെക്കൻഡ് സ്പീഡിലേക്ക് പോവാം. സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സാ നി ധ പ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. റിപ്പീറ്റ് ചെയ്യാം. സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സാ നി ധ പ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. ഇനി തേർഡ് സ്പീഡ്. സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സാ നി ധ പ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സാ നി ധ പ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. അടുത്ത നമുക്ക് ഫോർത്ത് സ്പീഡിലേക്ക് കടക്കാം. സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സാ നി ധ പ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. സ രി ഗ മ രി ഗ മ പ സ രി ഗ മ പ ധ നി സ സാ നി ധ പ നി ധ പ മ സാ നി ധ പ മ ഗ രി സ. നമ്മുടെ ഈ എപ്പിസോഡിലെ 3 പാഠങ്ങൾ ഈ 2 പ്രാവശ്യം വെച്ച് എല്ലാ സ്പീഡും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആദ്യത്തെ റിപ്പീറ്റ് കേട്ടതിന് ശേഷം രണ്ടാമത്തെ റിപ്പീറ്റിന്റെ ഒപ്പം നിങ്ങളും ഫോളോ ചെയ്യുക. നന്നായി പഠിച്ചെടുക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. ഡൗട്ടുള്ളവർക്ക് കമന്റിലൂടെ ചോദിക്കാം. പിന്നെ ഒരു അകാരം പാടുമോ എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് ഈ പാഠങ്ങളുടെയൊക്കെ. അതൊക്കെ ഞാൻ ഇനി അടുത്ത ക്ലാസ്സുകളിൽ കുറച്ചായിട്ട് ഓരോ പാഠങ്ങൾ ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നതാണ്. താങ്ക് യു.